ശരിക്കും ഇൻസിഡൻറ്റ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ 2018. എടത്വ ഒരു രസകരമായ സംഭവമാണ് അത്. ഞാൻ മാഡത്തിൻ്റെ പേര് താൽക്കാലികം സൂസമ്മ എന്ന് പറയാം. സൂസമ്മ മാഡവും കുഞ്ഞച്ചായരും അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഭയങ്കര ഒരു വലിയ തറവാട്. ഇപ്പം നമ്മളെന്താ മറ്റൊരു പടം ഉണ്ടല്ലോ, മനസ്സിലക്കരയൊക്കെ പോലെ കുഞ്ഞച്ചായൻ വെട്ടിപ്പിടിച്ച സ്ഥലവും അധ്വാനിച്ചുണ്ടാക്കിയ പാടവും കൊയ്ത്തും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊരു മാഡം. ബട്ട് ഷി വാസ് ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അന്നത്തെ കാലത്തെ ഒരു എനിക്ക് തോന്നുന്നു MSc മാത്സ് എന്തൊക്കെ കഴിഞ്ഞൊരു ആൾ. ബട്ട് ഭയങ്കരമായിട്ട് ഈ ഏരിയയും ഈ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി. ഞാൻ ഈ കഥ പറയാൻ കാരണം ഇത് ശരിക്കും ഈ ഇൻസിഡൻറ്റ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ 2018. ആ ഒരു ഫ്ലഡിൻ്റെയൊക്കെ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലേക്കാണ് വരുന്നത്. ഈ പ്രോപ്പർട്ടിയിൽ വെള്ളം വന്നു. അപ്പം എൻക്വയറി ശരിക്കും പുള്ളിക്കാരത്തിൻ്റെ മകൻ മനു സാറാണ് ഹി മേഡ് ആൻ എൻക്വയറി. അപ്പം അവർ പുള്ളിക്കാരന് കമ്മ്യൂണിക്കേഷൻ വിട്ടുപോയി. അമ്മച്ചിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിട്ടുപോയി. ഒരു തരത്തിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അവിടെ ഞാൻ പുള്ളിക്കാരത്തെ സുസമ്മ മാഡത്തിനെ ഇനി അവിടെ താമസിപ്പിക്കുന്ന പ്രയാസമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തെങ്കിലും എൻക്വയറി ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ആ ടൈമിൽ ദ പ്രോജക്റ്റ് വാസ് ജസ്റ്റ് അനൗൺസ്ഡ്. കാരണം ഇവർ നോക്കിയ പ്രോജക്റ്റ് അന്ന് ജസ്റ്റ് അനൗൺസ് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഐ വാസ് ആസ്കിങ് ഓക്കെ വി വർ ജസ്റ്റ് ലുക്കിംഗ് ഫോർ എ റെഡി ടു ഓക്കുപൈ വേണമെന്നൊക്കെ എൻ്റെ ഒരു സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു പാസീവ് എൻക്വയറി പോലെ വന്നു. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ സംസാരത്തിൽ മനസ്സോരമായിട്ടുള്ള ഡിസ്കഷൻ്റെ ഇടയിലാണ് ഹീസ് ഫേസിങ് ആൻ ഇഷ്യൂ ലൈക്ക് ദിസ്. സോ ഐ സജസ്റ്റഡ് സാർ ഒരു കാര്യം ചെയ്യും, കാരണം ഈ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. സോ വിൽ ഗെറ്റ് ദ ബെസ്റ്റ് ഓപ്ഷൻസ് ഇൻ ദാറ്റ്. നിങ്ങൾക്ക് നല്ല പ്രൈസിങ്ങും ഒരുപാട് പേയ്മെൻറ്റിന് ടൈമും. കാരണം മോസ്റ്റ്ലി നമ്മളൊരു ലൈക്ക് എന്താ പറയുക ഓൺ ഗോയിങ് പ്രോജക്റ്റിലോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് അനൗൺസ് ചെയ്യുന്ന പ്രോജക്റ്റിലോ ഒക്കെ കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ടുള്ള പേയ്മെൻറ്റ് സ്ട്രക്ചേഴ്സ് കിട്ടും. ഐ ടോൾഡ് ദം ഇറ്റ്സ് ഓൾ പോസിബിൾ. അപ്പം പക്ഷേ പുള്ളിയുടെയൊക്കെ ചോദിച്ചാൽ ജയശങ്കർ എൻ്റെ പ്രശ്നം സോൾവ് ആവുന്നില്ലല്ലോ, എൻ്റെ പ്രശ്നം അമ്മച്ചിയാണ്. അതുപോലെ പക്ഷേ ഈ അച്ചാച്ചൻ ഉണ്ടാക്കിയ സ്ഥലത്തൊന്നും വരത്തില്ല, എന്ത് ചെയ്യും? ഇറ്റ്സ് ഓക്കെ സാർ, ഐ വിൽ മാനേജ് ഇറ്റ്. കാരണം സാറിനൊരു ഞാനിത് മാനേജ് ചെയ്താൽ പോരെ. യു ക്യാൻ സെലക്ട് സംതിങ്. ഈ പുതിയ പ്രോജക്റ്റിൽ ഐ ക്യാൻ ഗോ ഫോർ സംതിങ് ഒരു കുറച്ച് ബിഗർ യൂണിറ്റിന് സാറ് പോവുക. സോ ദാറ്റ് സാറും ഫാമിലിയൊക്കെ വരുമ്പോഴും കുട്ടികൾക്കും ദേ വിൽ ഓൾസോ എൻജോയ് ദാറ്റ് പെർട്ടിക്കുലർ സ്പേസ്. കാരണം അതിനുള്ള അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. ആൻഡ് ഫോർ ദ ടൈം ബീയിങ് ടു മേക്ക് എന്താ ഇപ്പോൾ അമ്മച്ചിയെ ഒന്ന് കംഫർട്ടാക്കാനായിട്ട് അതിൽ അറേഞ്ച് ഫോർ എ റെൻറ്റൽ സിമ്പിൾ. കാരണം ഇപ്പം നമുക്ക് 3 റെഡി ടു അല്ലെങ്കിൽ 3-4 റെഡി ടു ഒക്കെ ഇപ്പോൾ ഈ പ്രോജക്റ്റ് ആ ലൊക്കേഷൻ തന്നെയുണ്ട്. സാറ് ചോദിക്കുന്ന ലൊക്കേഷനിൽ തന്നെ ഉണ്ട്. അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഐ ക്യാൻ അറേഞ്ച് റെൻറ്റൽ ഫോർ ഒരു ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് തരാം. അപ്പോൾ അമ്മച്ചി സംശയിക്കുമോ? കാരണം ഈ ആൻസസ്ട്രൽ പ്രോപ്പർട്ടീസൊക്കെ ഇട്ടിട്ട് വരാൻ പുള്ളിക്കാരത്തി സമ്മതിക്കുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയം. ആൻഡ് ബോത്ത് ഓഫ് us വെൻറ്റ് ടുഗദർ. അപ്പം പുള്ളിക്കാരത്തി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വരെ ഞങ്ങൾ അങ്ങോട്ട് ആദ്യം പോയത്. അപ്പം ഈ മനസാറിൻ്റെ പ്രയാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആളെ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ടോൾഡ്. ഇപ്പം ഞാൻ ഈ ഒരു കേസ് കാണുന്ന കാരണം ആ ഒരു 2018-19 സമയത്ത് ഒരു എത്രയോ കേസസ്, ടു ബി വെരി ഫ്രാങ്ക്, ഇപ്പം പല എൻക്വയറീസും വരുന്നത് കാരണം നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് ആണെങ്കിൽ സേഫ് ആണോ, നിങ്ങൾക്ക് ഇവിടെ ഫ്ലഡ് എഫക്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ആൻഡ് സെയിൽ ഓൾസോ ഹാപ്പൻ ദാറ്റ് ടൈം എ ലോട്ട്. അപ്പോൾ ഈ സുസമ്മ എന്ന് പറഞ്ഞ മാഡത്തിനെ ഞങ്ങൾ പോയി കണ്ടിട്ട് പുള്ളിക്കാരത്തി ആദ്യമൊക്കെ കുറച്ച് ഈ ആൻസസ്ട്രൽ പ്രോപ്പർട്ടിയാണ് കുഞ്ഞച്ചായൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ബട്ട് ഫൈനലി പക്ഷേ ഒരു വലിയ കാര്യം കൂടെ പറയണം, ആസ് ഷി വാസ് എഡ്യൂക്കേറ്റഡ്. കാരണം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആൻഡ് ഷി ഫൈനലി എഗ്രീഡ് ആൻഡ് കെയിം ഫോർ എ സൈറ്റ് വിസിറ്റ്. വന്ന് കണ്ടപ്പോൾ പുതിയ പ്രോജക്റ്റിൽ ലൊക്കേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് വി ജസ്റ്റ് ആസ്ക്ഡ്, കാരണം നിങ്ങളൊരു കാര്യം ചെയ്യുന്നതാലും ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വിടണ്ട, ടേക്ക്. ഇപ്പം സാറ് ഓക്കെ ആയിരുന്നു, ഒരു റെൻ്റലിന് എടുക്കുക, ഒരു 11 months ലീസിന് വല്ലതും എടുക്കുക, വല്ലപ്പോഴും അമ്മച്ചി വന്ന് താമസിക്കട്ടെ എന്നുള്ളൊരു ഇതിൽ. ആൻഡ് ദേ ടുക്ക് ദിസ് ഫ്ലാറ്റ് ഫോർ റെൻറ്റ്. ആൻഡ് മറ്റേടത്തൊരെണ്ണം ബുക്ക് ചെയ്തു. ഈ ഫ്ലാറ്റ് റെൻറ്റിനെടുത്തിട്ട് അന്ന് മനസാറിൻ്റെ കൂടെ തന്നെ അമ്മച്ചി കുറച്ച് നേരം അവിടെ വന്ന് താമസിച്ചു. ദെൻ ഒരു മാസത്തിലൊരിക്കലോ വല്ലതും ഈ ഫ്ലാറ്റിലേക്ക് റെൻ്റ് എടുത്ത ഫ്ലാറ്റിലേക്ക് അവർ വന്ന് താമസിക്കാൻ തുടങ്ങി. പിന്നെ അത് ഫ്രീക്വൻറ്റ് വിസിറ്റ്സായി. ഫൈനലി ഒരു 1 year കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 2019 കൂടെ ആ പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി പിന്നെ അവിടുന്ന് മാറിയിട്ടേ ഇല്ല. അപ്പം അങ്ങനെ ടോട്ടൽ ഓൾമോസ്റ്റ് ഒരു 2-2.5 മറ്റേ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ ഷീ സ്റ്റേഡ് ദർ ആൻഡ് ഷി വാസ് വെരി ഹാപ്പി. ആൻഡ് ഹാപ്പിലി ദേ മൂവ് ടു ദ ന്യൂ ഫ്ലാറ്റ്. സോ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആ ആൻസസ്ട്രൽ പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നാലും വി ഷുഡ് ഓൾവേസ് മൈൻഡ് അവർ കൺവീനിയൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്.